കർത്താവായ ഈശോയിൽ പ്രിയ മക്കളെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എല്ലാ കാര്യത്തിലും മാന്യമായി പെരുമാറുന്നതിന് ആഗ്രഹിക്കുന്ന ഒരു നല്ല മനസാക്ഷിയാണ് ഞങ്ങളുടേതെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഹെബ്രായർ 13:18. എൻ്റെ മനസാക്ഷിക്കനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് നാം സ്വയം നീതീകരിക്കാറുണ്ട്. ഈ വീക്ഷണം എപ്പോഴും ശരിയായിരിക്കയില്ല. കൊള്ളയും കൊലയും നടത്തിയവർ തങ്ങളുടെ മനസാക്ഷിക്ക് അനുസരണമായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട്. കേവലം മനസാക്ഷി അനുസരിച്ച് നടക്കുമെന്ന് പറയുന്നവർ ചിലപ്പോൾ ദൈവത്തിനും ധാർമ്മിക നിയമത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുവാനിടയാകും. ഹെബ്രായ ലേഖനത്തിൽ സ്വന്തം മനസാക്ഷിയെപ്പറ്റി സൂക്ഷ്മ നിരീക്ഷണം നടത്തിയ ശേഷം തനിക്ക് നല്ല മനസാക്ഷിയുണ്ടെന്ന് പറയുന്നു. ദുഷിച്ച മനസാക്ഷിയും ഉണ്ടെന്ന് അതിൽ നിന്ന് വ്യക്തമാണല്ലോ. നന്മയ്ക്കായി പ്രേരിപ്പിക്കുന്ന മനസാക്ഷിയാണ് നമുക്കുള്ളതെങ്കിൽ അത് നല്ല മനസാക്ഷിയാണ്. ഉത്തമ മനസാക്ഷിയുള്ള ആൾ തെറ്റിനെപ്പറ്റി ലജ്ജിക്കുകയും വിഷമിക്കുകയും ചെയ്യും. നാം നമ്മുടെ മനസാക്ഷിയെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കണം. ശരിയായി പരിശീലിപ്പിക്കപ്പെട്ട മനസാക്ഷി നമ്മെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കും. നാം ജീവിക്കുന്ന ചുറ്റുപാടുകളെയും വായിക്കുന്ന പുസ്തകങ്ങളും സഹകരിക്കുന്ന സ്നേഹിതരും നമ്മുടെ മനസാക്ഷിയിൽ പ്രേരണ തരും. ബഹുഭാര്യാത്വം, വിവാഹമോചനവും അനുവദിക്കുന്ന സമൂഹത്തിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് അപ്രകാരം പ്രവർത്തിച്ചാൽ മനസാക്ഷിയുടെ കുത്തൽ ഉണ്ടാകുകയില്ല. എന്നാൽ ക്രിസ്തീയ സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് അത്തരം പ്രവൃത്തി നിഷിദ്ധമാണ്. ക്രിസ്തീയ കൂട്ടായ്മയിലും പ്രാർത്ഥനാ ജീവിതത്തിലും വേദപുസ്തക പഠനത്തിലും കൂടി നമ്മുടെ മനസാക്ഷിയെ പരിശീലിപ്പിച്ചാൽ തക്ക സമയത്ത് അത് നമ്മെ സഹായിക്കും. ശരിയായി പരിശീലനം കൊടുത്ത് പ്രയോജനപ്പെടുത്തുവാൻ ദൈവം തന്നിരിക്കുന്ന ഉപാധിയാണ് മനസാക്ഷി. കർത്താവായ ഈശോ തൻ്റെ ആത്മാവിലൂടെ നമുക്ക് യഥാർത്ഥ സത്യമുള്ള മനസാക്ഷി നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമ്മ IMS അമ്മ അതിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.